നമസ്കാരം. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന 4 മാസത്തെ പെൻഷൻ തുകയായ 6400 രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് 2 മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. ജനുവരി അവസാനത്തോടുകൂടി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് LDF സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നതെന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിന് തിരക്കിട്ട നീക്കം നടത്തുന്നതെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ 2 മാസത്തിലെ പെൻഷൻ തുക 2 ഗഡുക്കളായിട്ടാണ് എത്തിച്ചേരുക. ആദ്യഘട്ട വിതരണത്തിലേക്കായി 3000 കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതുകൂടാതെയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 1225 കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബാർ പോർട്ടൽ വഴി ഇന്ന് നടക്കുന്നത്. ഈ തുക കൂടി ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തുവരും. ഡിസംബർ മാസം 25-ന് മുന്നോടിയായി ആദ്യഘട്ടമെന്നോണം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ, കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ, സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ, AC-യുള്ള ഭവനത്തിൽ താമസിക്കുന്നവർ, സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദ് ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.